പഠനത്തിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് 100 കിട്ടാനാണെന്നുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് ഈ പഠനത്തിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് അപ്രീസിയേഷന് വേണ്ടിയിട്ടാണ്. IQ ലെവലിൽ മനസ്സിലായാലും ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓൾറെഡി നിങ്ങളെ പഠനത്തിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പഠിക്കുമ്പോൾ ബിസിനസ് ലെവലിൽ മൈൻഡ് പോയാൽ പഠനത്തിൽ ശ്രദ്ധ പോകുന്നു. പക്ഷേ പഠിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരിക്കലും നമ്മളെ ഈ പഠനത്തിൻ്റെ ഡയറക്ഷനിൽ നിന്ന് വേറെ ഡയറക്ഷനിൽ മാറിയിട്ട് എഫേർട്ട് പോകുന്നില്ല. മനസ്സിലായോ? ഈ മൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെ വോയിസ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. കറക്റ്റ് ഡിസ്റ്റൻസ് ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സൗണ്ട് ക്വാളിറ്റിൻ്റെ ക്ലാരിറ്റിയും നല്ല രീതിയിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഞാൻ ഓവറായിട്ട് സ്ട്രെസ് ഇടുന്നില്ല. ഞാൻ ഓവറായിട്ട് ഉച്ചത്തിൽ പറഞ്ഞാൽ ഈ തൊണ്ടക്കൊരു ഹേർട്ടാവുകയേ ചെയ്യുള്ളൂ. ഞാനൊരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ടീച്ചറായിക്കോട്ടെ, പ്രാസംഗികനോ ടീച്ചറോ ആയിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരുപാട് ടൈം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷനിൽ ഓവറായിട്ട് സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മളെ ഈ തൊണ്ടനെ ഹേർട്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ തൊണ്ട എക്സോസ്റ്റഡ് ആവുന്നതിന് പകരം, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കിടപ്പിലാവുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ സീരിയസ് സൗണ്ട് വരാത്ത ഒരു സന്ദർഭം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒപ്റ്റിമൽ ലെവലിൽ ഈ മൈക്ക് പിടിച്ചതിൻ്റെ ശേഷം നല്ല എഫക്റ്റീവായിട്ട് ഒരു ചെറിയ സൗണ്ടിൽ നല്ല സ്മൂത്തായിട്ട് നിങ്ങളുടെ ചെവിയിലേക്ക് സൗണ്ട് വരുന്ന രൂപത്തിൻ്റെ രീതിയിൽ സംസാരിക്കുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ കരുതുന്നത്. ആർക്കൊക്കെ അറിയാം എന്താണ് ടീനേജേഴ്സ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടീനേജേഴ്സ്? ആർക്കൊക്കെ അറിയാം? ഇവിടെ എത്ര ആളുണ്ട് ടീനേജേഴ്സ് ആയിട്ടുള്ള? ജലാൽ ടീനേജറില്ല. നിങ്ങൾ ടീനേജറാണോ? ടീനേജർ എന്ന് പറഞ്ഞാൽ 11-12 ടീനേജറല്ല. 11ാമത്തെ വയസ്സും 12ാമത്തെ വയസ്സും ടീനേജർ വയസ്സല്ല. 13 മുതൽ 19 വരെയുള്ള ഏജാണ് ടീനേജേഴ്സ്. അപ്പോൾ ഒരു ടീനേജേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവരെ ബോധർ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എഫക്റ്റീവ് ആക്കാനുള്ള ടിപ്പുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഒരു ടീനേജേഴ്സ് നാച്ചുറലായിട്ട് അവരുടെ ഈ ടൈമിൽ, ടീനേജ് ടൈമിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്താണ്? അതായത് പഠനം തന്നെ ആയിരിക്കും. പഠിക്കല്ലേ? ഇപ്പോൾ ടീനേജർ 13ാമത്തെ വയസ്സിൽ എത്രാമത്തെ ക്ലാസ്സിലാണ്? 15ാമത്തെ വയസ്സിലാണ് SSLC, 15ാമത്തെ വയസ്സിലാണ് SSLC എത്തുന്നത്. അപ്പോൾ 14ാമത്തെ വയസ്സിൽ എഴുതുന്നത് 14ാമത്തെ വയസ്സിൽ 9ാം ക്ലാസ്സിലായിരിക്കും. 13ാമത്തെ വയസ്സിൽ 8ാം ക്ലാസ്സിലായിരിക്കും. അപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ 13 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 18 വയസ്സാകുമ്പോഴേക്കൊരു ഡിഗ്രി കഴിയും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെല്ലാം ഈ ടീനേജേഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടൈം സ്പെൻഡിങ് ആണോ ടീനേജേഴ്സ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എഫക്റ്റീവ് ടൈം സ്പെൻഡിങ്ങും ഇൻഎഫക്റ്റീവ് ടൈം സ്പെൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ആ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ടീനേജേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 to 4 ഒരു ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ 10 മണിക്ക് സ്കൂൾ തുടങ്ങും, 9 മണിക്ക് സ്കൂൾ തുടങ്ങും, 4 മണി വരെ സ്കൂളിൽ പോവും. അതിനുശേഷം ബാക്കിയുള്ള ടൈം റെസ്റ്റ്. അതിൻ്റെ ശേഷം തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ശനിയും ഞായറും വെക്കേഷൻ. അപ്പോൾ ഈ പഠിക്കുന്ന ടൈമിൽ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണോ പഠിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ടൈം നമ്മൾ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, അവസാനം ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ആണല്ലോ. ജോലിക്ക്, അല്ലെങ്കിൽ അവസാനം എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടത് പൈസയാണ്, മണിയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പൈസ കിട്ടുന്നതിൻ്റെ ആധാരമാണെന്നുണ്ടെങ്കിൽ സർവീസ് ആണേനോ. ഇപ്പോൾ വേറൊരാൾക്ക് നമ്മളുടെ അറൗണ്ട് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് സൊസൈറ്റിൻ്റെ ലൈഫ് ബെറ്ററാക്കിക്കൊണ്ട്, അവരുടെ ലൈഫ് ബെറ്ററാക്കിക്കൊണ്ട് ഒരു സർവീസ് കൊടുക്കുമ്പോൾ ആ സർവീസിനുള്ള റിട്ടേൺ ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ടീനേജ് കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു വിധത്തിലും സർവീസ് അല്ല താനും. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ? നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, പക്ഷേ പൈസ കിട്ടുന്നില്ല. പൈസ കിട്ടണമെങ്കിൽ സർവീസാണ് ചെയ്യേണ്ടത്. സർവീസിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ആ ടീനേജിൽ നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? അപ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടാവും, ഒരു ഇൻഎഫക്റ്റീവ്
പർപ്പസ് എന്ന് പറയുന്നത് പഠിക്കുന്നതിനാണ്, സർവീസ് കൊടുക്കാനാണ്, അല്ലെങ്കിൽ ജീവിക്കുന്നതിന് സർവീസ് കൊടുക്കാൻ. പക്ഷേ ഈ കാലയളവിലൊന്നും നമ്മൾ സർവീസ് കൊടുക്കുന്നില്ല താനും. അപ്പോൾ ഒരു എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടീനേജ് കാലത്തിൽ ഏതെങ്കിലും രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ ആലോചിക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആധാരം ഇപ്പോൾ ഒരു ടീനേജ് കാലഘട്ടത്തിലായാലും നമ്മൾ പഠിക്കുന്നത് ഒരു 10ാം ക്ലാസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലർക്ക് ഈ പഠനത്തിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് 100ൽ 100 കിട്ടാനാണെന്നുണ്ടെങ്കിൽ മറ്റു ചിലർക്ക് ഈ പഠനത്തിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് അപ്രീസിയേഷന് വേണ്ടിയിട്ടാണ്. ഈ എക്സാം എഴുതുമ്പോഴും പഠിക്കുമ്പോഴും അവരുടെ മനസ്സിൽ, ഈ കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ എക്സാമിൽ ഞാൻ പൊട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് +2 അഡ്മിഷൻ കിട്ടുമോ, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു റെക്കഗ്നിഷൻ കിട്ടുമോ, ഒരു അപ്രീസിയേഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിച്ച് പോവുക, അല്ലെങ്കിൽ ഏതൊരു ആളായാലും ടീനേജ് എന്നുള്ളൊരു ആ പഠനത്തിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു ജോലി ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സർവീസ് നൽകണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്നെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ബേസിക്കലി ഒരു ഇനഫക്റ്റീവ് കാരണങ്ങളാണല്ലോ നമ്മൾ ത്രൈവ് ചെയ്യുന്നത് ആ ടൈമിൽ പഠിക്കുന്നതാണെന്നല്ലോ. അങ്ങനെ ആകുമ്പോൾ പഠനവും എഫക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിനെ എഫക്റ്റീവ് ആക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ടീനേജ് കാലഘട്ടം. അപ്പോൾ ഞാൻ ഇപ്പോൾ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ബിസിനസ് മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് ആണോ എന്നറിയില്ല, വൺ ഓഫ് ദി കിങ് മേക്കർ എന്ന് പറയാൻ പറ്റും. ആ കിങ് മേക്കർ പറഞ്ഞത്, നമുക്കൊരു കാര്യത്തിൽ മാസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ, ഒരു എക്സലൻസി ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ട്, പഠിച്ചുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു ടീനേജ് കാലഘട്ടത്തിൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? നമ്മളെ പഠനത്തിനെ അത് ബാധിക്കൂലേ? ഇതിൽ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവീസ് ലെവലിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് പഠനത്തിൻ്റെ കൂടെ. അപ്പോൾ ഈ പഠനത്തിന് എഫക്റ്റീവായിട്ട് നമ്മൾ പഠനത്തിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ടൈമെല്ലാം ചിലപ്പം കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ശ്രദ്ധ, അല്ലെങ്കിൽ ഇമോഷൻ കുറച്ചെങ്കിലും നമ്മൾ ബിസിനസ്സിലേക്കോ, അല്ലെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്കോ സർവീസിലേക്കോ തീരാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്തിൽ ഈ ഒരു ബിസിനസ് ലെവലിൽ ചെയ്തുകൊണ്ട്, പഠിച്ചുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ എന്തായാലും ഞാനും ആ കാര്യത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് മാസ്റ്റർ ആവാനുള്ള ഒരു മെത്തേഡ്. ആദ്യം ചെയ്തുകൊണ്ട് മിസ്റ്റേക്കുകളിൽ പഠിക്കുക, ആ പഠിച്ച മിസ്റ്റേക്കുകൾ പഠിപ്പിക്കുക, അപ്പോൾ മാസ്റ്ററാവും. ഈ 3 വേണം. പക്ഷേ സ്റ്റുഡൻ്റ് ആണെന്നുള്ള രീതിയിൽ ഇപ്പോൾ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം, പക്ഷേ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അപ്പോൾ ഇപ്പോൾ സൈരത്തിൻ്റെ മുതലാളി ചെയ്തൊരു കാര്യമുണ്ട്. അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ലൈഫിൽ, അല്ലെങ്കിൽ ടീനേജേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് സൈരത്തിൻ്റെ ആൾ ചെയ്തത്, ഇപ്പോൾ 10 കഴിഞ്ഞാൽ +2, +1, +2 പഠിക്കുന്ന സന്ദർഭത്തിൽ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഒരു ഗുരുവാണ്, ഒരു ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാനുള്ള സ്കില്ല് വേണം. സ്കില്ല് ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ എന്ത് വേണം? പഠിപ്പിക്കാനുള്ള മൈൻഡ് വേണം. പഠിപ്പിക്കാനുള്ള മൈൻഡ് എങ്ങനെ ഉണ്ടാവുക? അത് സർവീസ് മൈൻഡിൽ നിന്ന് ഉണ്ടാവുക. സർവീസ് മൈൻഡ് എന്തുണ്ടാവുക? പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യണം എന്നുള്ള ബേസിക് ഫണ്ടമെൻ്റൽ നമുക്ക് മനസ്സിലായാൽ മാത്രമേ ആ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ മൈൻഡ് സെറ്റ് ചിന്തിച്ചൊരു മാത്രമേ ഒരു എക്സലൻസിയിലേക്ക് പോയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻ്റലിജൻസ് മാത്രമേ കിട്ടുള്ളൂ. ഒരു അക്കാദമിക് ഇൻ്റലിജൻസ് മാത്രം കിട്ടിയ ഒരു 10+ അല്ലെങ്കിൽ ഒരു ഹൈലി പെർഫോമിങ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വട്ടപൂജയായിരിക്കും. ഒരു A+ കിട്ടുന്ന ഫസ്റ്റ് ബെഞ്ചർ A+കാർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഫെയിലായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻ്റലിജൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ലൈഫിൽ എങ്ങനെ ഇൻ്റലിജൻറ്റായിട്ട് മുന്നേറാമെന്നുള്ള നോളജും കാര്യങ്ങളൊന്നും, ഫെയിലിയർ കൂടെ എങ്ങനെ പഠിക്കാമെന്നുള്ളതും, ആ ഒരു വ്യക്തിൻ്റെ ഒരു A+ മാത്രം വാങ്ങിക്കൊണ്ട് പോകുന്ന വ്യക്തിൻ്റെ പഠനം ആ ഒരു ഡിഗ്രി കഴിയുന്നതോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷേ A+ ഒന്നും വാങ്ങാതെ, നല്ല എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാതെ ജീവിതത്തിൻ്റെ സ്ട്രഗിളിലേക്ക് ഇറങ്ങുന്ന ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അവർ പഠനം തുടങ്ങുന്നത് എപ്പോഴാണ്? ഇത് കഴിഞ്ഞിട്ടാണ്. പഠനം തുടങ്ങുന്നത് കാരണം അവർക്ക് ലൈഫ് ലോങ് ലേണറാണ്. അവർ ജീവിതം അവസാനിക്കുന്നതിൻ്റെ പഠിക്കുന്നത്. പക്ഷേ ഈ എഡ്യൂക്കേഷൻ ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ അക്കാദമിക് ഇൻ്റലിജൻ്റ് ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വിചാരിക്കുന്നത്, ഓക്കെ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു ഡിഗ്രി വരെ എത്തി, ഇനി എന്നെ കൂടെ പഠിക്കാൻ കഴിയില്ല, ഈ പഠിച്ചു വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു ആവറേജ് ലെവലിൽ ഇങ്ങനെ പോയിക്കോളാം. അതുകൊണ്ടാണ് അവർക്ക് പലരും ഈ എഡ്യൂക്കേഷൻ ഇൻ്റലിജൻസിലുള്ള കുട്ടികൾ പലരും ജീവിതത്തിൽ മുന്നേറാൻ കഴിയാത്തത്. ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് കൂടി ഒരു ജോലി ചെയ്ത് ഇങ്ങനെ പോകുന്നത്.
ഒരു സാലറി വാങ്ങി. പക്ഷേ മറ്റ് ചിലർ ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന മുതൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അവർ ലൈഫ് ലോങ് ലേണറാണ്. ആ ലേണറിൽ ഭയങ്കര ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി അവർ വർക്ക് ചെയ്തിട്ട് ഭയങ്കര ഉയരങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ടീനേജർ എഫക്റ്റീവായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സർവീസ് മെൻറ്റാലിറ്റി, ഒരു ബിസിനസ് മെൻറ്റാലിറ്റി, ഒരു പൈസ ഉണ്ടാക്കുന്ന കല മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസ് എന്താണ്? ഒരു മിനിമം. അതായത് നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ് കഴിഞ്ഞതാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം കുട്ടികൾ പഠിപ്പിക്കാൻ പറ്റും. അത് പഠിപ്പിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യുക? ചിലപ്പം ഈ സഭാകമ്പം ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളെ ഫേസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം അതിലേക്ക് ഇറങ്ങിയാലേ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴേ ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിയാൽ, അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പൈസ ഉണ്ടാക്കുന്ന കലയും കൂടി അതിൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു കൺസെപ്റ്റിൻ്റെ ഇമ്മേഴ്സായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള കൺസെപ്റ്റും ആ IQ ലെവലിൽ മനസ്സിലായാലേ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓൾറെഡി നിങ്ങളെ പഠനത്തിൻ്റെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പഠിക്കുമ്പോൾ ബിസിനസ് ലെവലിൽ മൈൻഡ് പോയാൽ പഠനത്തിൽ ശ്രദ്ധ പോകുന്നു. പക്ഷേ പഠിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരിക്കലും നമ്മളെ ഈ പഠനത്തിൻ്റെ ഡയറക്ഷനിൽ നിന്ന് വേറെ ഡയറക്ഷനിൽ മാറിയിട്ട് എഫേർട്ട് പോകുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുണ്ടോയെന്നറിയില്ല. അതായത് പഠിക്കുമ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്, സൈഡ് ബിസിനസ് ആയിട്ട് കാറ്ററിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് കാറ്ററിങ്ങിന് പോകും. പക്ഷേ ഈ പഠിക്കുന്ന വിഷയത്തിനായിട്ട് അലൈൻഡ് അല്ല കാറ്ററിംഗ് എന്നുള്ള പരിപാടി. പക്ഷേ പഠിക്കുമ്പോൾ നേരെ അതിൻ്റെ നേരെ താഴെയുള്ളൊരു ക്ലാസ് വരെ പഠിപ്പിച്ചാൽ അത് എന്താണ്? അത് അലൈൻഡാണ്. ഇപ്പോൾ നമ്മളെ ബേസിക് ഒന്നുകൂടി തറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബേസിക് ഒന്നുകൂടി തറാവാണ്. ഇപ്പോൾ +2 ആണ് ഡിഗ്രീൻ്റെ ബേസിക്സ്. +2ൻ്റെ ബേസിക്സ് 10ാം ക്ലാസ്സാണ്. അപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ബേസിക്സ് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്താൽ ആ നിങ്ങൾ +2 പഠിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു റിട്ടേൺ, ആ ഇടുന്ന എഫേർട്ടിൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുമല്ലോ ബാക്കായിട്ട്. അപ്പോൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ഏണിംഗ് പൊട്ടൻഷ്യലും കൂടി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ബേസിക്കായിട്ട് ഒരു ഡിഗ്രി വരെ എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? ടീനേജ് ഒരു 10-20 വർഷം, ഒരു 10-20 വർഷം പഠിക്കണ്ട, ഒരു 15 വർഷം പഠിക്കുമ്പോഴാണ് അവസാനം നമ്മൾ ജോലി കിട്ടുക. അതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു മൈൻഡ് സെറ്റോടെ ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരുപാട് കോച്ചിങ് സെൻ്ററല്ല, ഒരു ട്യൂഷൻ സെൻ്ററുകളുണ്ട് ഇവിടെ. ആ ട്യൂഷൻ സെൻ്ററിൽ ഡയറക്റ്റായിട്ട് അവർ അപ്രോച്ച് ചെയ്തിട്ട് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു സ്റ്റുഡൻ്റാണ്, എനിക്കിവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, എനിക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു അവരോട് തന്നെ ചോദിക്കുക. അപ്പോൾ അവർ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം വന്ന് നോക്കി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവരെന്നെ പറഞ്ഞുതരും ചിലപ്പോൾ. അപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂട്ടിയിട്ട് സാറ്റർഡേ സൺഡേ ലെഷർ ആക്ടിവിറ്റി ആക്കി മാറ്റുന്നതിന് പകരം ഈ മണി മേക്കിംഗ് അല്ലെങ്കിൽ സർവീസ് മെൻറ്റാലിറ്റി, ബിസിനസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഐഡിയ അതൊരു ഗെയിമാക്കി എടുത്തിട്ട് അതൊരു ലെഷർ ആക്ടിവിറ്റി ആക്കി എടുത്താൽ എന്തായാലും എക്സോസ്റ്റഡ് ആകാൻ പോകുന്നില്ല. നമുക്ക് ഈ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പഠനത്തിൽ 24 മണിക്കൂർ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതുകൊണ്ടാണ് ശരി ഞായറും വെക്കേഷനായി പോയത്. വെക്കേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് വീക്കെൻഡ്സ് ഫോർ വീക്ക് പീപ്പിൾ. വീക്കെൻഡ് റെസ്റ്റ് ലെഷറായിട്ട് എടുക്കൂലേ, അത് അവർ അങ്ങനെയുള്ള ആൾക്കാരേക്ക് ഇരുന്നത് ഈ വീക്ക് ഡേയ്സിൽ ആത്മാർത്ഥമായിട്ടും താല്പര്യമില്ലാതെയും ഇഷ്ടമില്ലാതെയും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് വീക്കെൻഡിൽ കുറച്ച് റിലീഫ് വേണം എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. പക്ഷേ ഈ വീക്കെൻഡും വീക്ക് ഡേയ്സും എല്ലാത്തിനും എനർജറ്റിക് ആയിട്ടൊരു ഗെയിമിലൂടെ പോകുന്ന മാതിരി ഒരു മണി മേക്കിംഗ് ആയിരിക്കണം നിങ്ങളെ ഗെയിം. അല്ലാതെ ഒരു വീഡിയോ ഗെയിംസിൽ അഡിക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഡോപ്പമൈൻ നമ്മൾ ഡ്രൈവ് ചെയ്യരുത്. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിന് പകരം ശനി ഞായറും നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ? നമ്മളെ പഠനത്തിന് അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പൈസ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ കുറേ കാലം വർക്ക് ചെയ്യുമ്പോൾ ഈ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടീച്ചിങ് സ്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റൂലേ? ഏത് രീതിയിലും നിങ്ങൾ സേഫ് അല്ലേ? ഏതൊരു രീതിയിലും നിങ്ങൾ സേഫ് അല്ലേ? ഒന്നും കിട്ടിയില്ലെങ്കിൽ ടീച്ചിങ് ചെയ്തൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ചെയ്തൂടെ, അല്ലാന്നുണ്ടെങ്കിൽ പൈസ ഓൾറെഡി എങ്ങനെ വരികയെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഒന്നും കൂടി സ്കെയിൽ ചെയ്തിട്ട് ബിസിനസ് സ്റ്റൈലിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാൻ പറ്റില്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇപ്പോഴത്തെ കുട്ടികളെ പ്രശ്നം എന്താ വെച്ചാൽ കോളേജ് വരെ പഠിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ കുറേ ബാഡ് ഫ്രണ്ട് സർക്കിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പഠനത്തിൽ ഇൻട്രസ്റ്റ് പോകും, വേറെ ഇൻട്രസ്റ്റിലേക്കും പോകും. അങ്ങനെ പഠിച്ച് കിട്ടിയാലായി,
അതിന് പകരം ഈ ലെഷർ ആക്ടിവിറ്റീസും നമ്മളെ റെസ്റ്റിംഗ് ടൈമും നമ്മളെ മൂവീസ് ടൈമും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മണി മേക്കിംഗ് ഗെയിമിലേക്ക്, ഒരു സർവീസ് ഗിവിങ് മെൻറ്റാലിറ്റിയിലേക്ക്, മൈൻഡ് സെറ്റിലേക്ക് ഈ ടീനേജേഴ്സ് മാറണം. അങ്ങനെയാണ് ഹൈലി എഫക്റ്റീവ് ഒരു ടീനേജേഴ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമില്ല. പക്ഷേ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്തപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ ഒരു ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലായിട്ട് മാറാമെന്ന് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനെന്തൊക്കെ ആൾക്കാർ ചെയ്തു, ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അബ്സല്യൂട്ട്ലി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. നിങ്ങൾക്കിപ്പോൾ ടീച്ചിങ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് ടു ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടീസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അവിടെ ട്രൈ ചെയ്തൂടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കാരണം 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 9ാം ക്ലാസ് കാര്യങ്ങളൊക്കെ ഒന്നും അറിയാത്ത കുട്ടികളാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാം, അത് കുറച്ചും കൂടി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്തൂടെ. ഇറ്റ്സ് ഈസി മാൻ, ഇറ്റ്സ് വെരി ഈസി.